നമ്മൾ സ്വയം പണിയെടുക്കുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ കൊണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ് റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്നത്. റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരിക്കലും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കൊന്നുമല്ല. എല്ലാവർക്കും ഒരു ഈഗോ ഉണ്ടായിരിക്കുമല്ലേ, ആ ഈഗോന് അവർക്ക് ഹർട്ടാവാത്ത വിധത്തിൽ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്നത്. ആളുകൾക്ക് എപ്പോഴും അവനവരെ ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ അവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാക്കുകയും എന്നാൽ സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നൊരു ട്രിക്കാണ് റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് നമുക്ക് സാധ്യമാക്കാവുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ അതെന്താണെന്ന് വിശദമായി പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, എനിക്കതിൻ്റെ മറുപടി കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ചെയ്തെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇത് ഇഷ്ടമുള്ളത്ര സമയം എടുത്തോളൂ, പെട്ടെന്ന് വേണമെന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമയം എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരുന്ന ആളുകളോട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സമയം എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് പറയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കിത് ഈ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികളോടാണെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് പറ്റുന്ന 2 ചോയ്സ് കൊടുക്കുക അവർക്ക്. ഇപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണോ ദോശയാണോ വേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ തീർച്ചയായും ആ 2 ഒരെണ്ണമായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് നമ്മൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ പുട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ദോശയാണെങ്കിലും ഉണ്ടാക്കാം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പോൾ ആ ചോയ്സ് കൊടുക്കുന്നത് കുട്ടികൾക്ക് അവർ ചൂസ് ചെയ്ത പോലെ ഫീലാവുകയും ചെയ്യും എന്ന സത്യത്തിൽ നമ്മുടെ പ്ലാനാണ് അവിടെ വർക്കാവുന്നത്. ഇപ്പോൾ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 5 ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കണം എന്ന് നിങ്ങൾ കരുതുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് സൺഡേ എൻ്റെ ഫ്രണ്ട്സ് വരും, 5 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കേട്ടെന്ന് വരില്ല. നേരെ മറിച്ച് നമുക്ക് അങ്ങനെ കേൾക്കുന്ന ഭാര്യമാരുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കേൾക്കാത്ത ആളാണെങ്കിൽ നമുക്കത് ഇങ്ങനെ പറയാവുന്നതാണ്, 5 പേർക്ക് ഭക്ഷണം കൊടുക്കണം, അതിപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാക്കൽ പോസിബിൾ അല്ലല്ലോ, നിന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ 5 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഓർഡർ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കും. അപ്പോൾ വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം, 5 പേരിലേ ഉള്ളൂ എന്ന് പറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് മനസ്സിലാകും. അതുകൊണ്ട് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇങ്ങനെ റിവേഴ്സ് സൈക്കോളജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഒച്ചയിട്ടും ബഹളം വെച്ചും അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവിപ്പിച്ചും ഒക്കെ ആളുകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഈസി ആയ ഒരു കാര്യമാണ്. നമുക്ക് ബെറ്ററായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നതിലൂടെ വളരെ ബുദ്ധിപരമായി നമുക്ക് ആളുകളെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഹോംവർക്ക് ചെയ്ത് ഇപ്പോൾ 5 മണിയുടെ ഉള്ളിൽ ഹോംവർക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് പാർക്കിൽ പോകുമായിരുന്നു, പക്ഷേ നിനക്ക് 5 മണിയുടെ ഉള്ളിലൊന്നും അത് ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ, അത് ഒരുപാടില്ലേ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുട്ടികൾ വേഗം 5 മണിക്ക് മുമ്പ് എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ കഴിവ് ഉപയോഗിച്ചത് ചെയ്തു തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്ത് കാര്യമാണെങ്കിലും നിന്നെക്കൊണ്ടത് സാധിക്കില്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ടത് സാധിക്കും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഈഗോയാണ് നമ്മൾ ഹെർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് കീപ്പറാണ് നിങ്ങളെങ്കിൽ കസ്റ്റമേഴ്സിനോട് റിവേഴ്സ് സൈക്കോളജി അപ്ലൈ ചെയ്യാവുന്നതാണ്. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇതിന് വില എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ആ ഡ്രസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അത് മാഡത്തിന് ഞാൻ വേറെ
കാണിച്ചു തരാം എന്ന് പറയുകയാണെങ്കിൽ, അല്ല എനിക്ക് എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാണിക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാനുള്ള ആ കടക്കാരനെ, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ കൂടി അവരുടെ മുമ്പിൽ എന്നെക്കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ ഈഗോ അവിടെ വർക്കൗട്ട് ആവും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ സാധനം മേടിക്കാൻ നോക്കും. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അയാളുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യണം, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം, ഞാൻ അത്ര പാവപ്പെട്ട ആളൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈഗോനെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോപ്പ് കീപ്പറുടെ ആവശ്യവും ഇയാൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ നോക്കല്ല, ആ സാധനം എങ്ങനെയെങ്കിലും വിറ്റ് പോകുക എന്നുള്ളത് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ നമുക്ക് വേറെ വില കുറഞ്ഞ സാധനം നോക്കാമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ വില കൂടിയ സാധനം തന്നെ മേടിക്കണം എന്ന് നമ്മുടെ ഈഗോ നമ്മളോട് പറയും. എന്ത് കാര്യമാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിപരമായ ചോദ്യങ്ങളിലൂടെ, ബുദ്ധിപരമായ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ, അതുപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും സാധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് സാധിക്കും.